നടൻ മോഹൻലാലിന്റെ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. എമ്പുരാൻ, റാം, നേര്, മലൈക്കോട്ടെ വാലിബൻ, ബറോസ് തുടങ്ങി പ്രതീക്ഷ ഉണർത്തുന്ന നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നേരാണ് ഇതിൽ ആദ്യം റിലീസിന് എത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ അഭിമുഖങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വൈറലാവുകയാണ്. സമീപകാലത്ത് അഭിനയിച്ച എല്ലാ സിനിമകളിലും മോഹൻലാൽ താടി വെച്ച ഗെറ്റപ്പിലായിരുന്നു കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. വേഷവിധാനങ്ങൾ മാറുമ്പോഴും ഈ താടി എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. ആഘോഷിക്കപ്പെട്ട മോഹൻലാലിന്റെ പല മുൻകാല മാസ് കഥാപാത്രങ്ങളും നമുക്കറിയാം മീശ പിരിക്കുന്നവരായിരുന്നു. അതിനാൽ തന്നെ മോഹൻലാലിനെ വീണ്ടും അത്തരത്തിൽ കാണാനുള്ള ആഗ്രഹം ആരാധകർ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. മോഹൻലാലിന്റെ വിമർശകരും ഈ താടിക്കാര്യം തന്നെയാണ് ഉന്നയിക്കാറുള്ളത്. ഇപ്പോഴിതാ എന്തുകൊണ്ട് ഈ താടിയുള്ള ഗെറ്റപ്പ് മാറ്റുന്നില്ല എന്ന ചോദ്യത്തിന് മോഹൻലാൽ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. പുതിയ ചിത്രം നേരിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രണ്ട് സിനിമകളുടെ തന്റെ ലുക്കിലെ കണ്ടിന്യൂറ്റിയാണ് താടി എടുക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് മോഹൻലാൽ പറയുന്നത്. കണ്ടിന്യൂറ്റി ആയിപ്പോയി, രണ്ട് സിനിമകളുടെ കണ്ടിന്യൂറ്റി. റാമും എമ്പുരാനുമാണ് ആ ചിത്രങ്ങൾ. അതുകൊണ്ട് ഷേവ് ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ല എന്ന് മോഹൻലാൽ പറയുന്നു. താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേട്ടനെ എന്ന് കാണാൻ പറ്റുമെന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇവരോട് പറ വേഗം ഷൂട്ട് ചെയ്യാനെന്ന് ജിതു ജോസഫിനെ ചൂണ്ടി മോഹൻലാൽ പറയുന്നു. പിന്നെ ഇത് വളരുന്നതാണ്, ഷേവ് ചെയ്താൽ വീണ്ടും വീണ്ടും വളരും. തമാശ ചിരിയോടെ മോഹൻലാൽ ഈ താടി കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതേസമയം താൻ ചിലപ്പോൾ പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോയേക്കാമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ആത്മീയത തനിക്കിപ്പോൾ വന്നതല്ല എന്നും വളരെ കുഞ്ഞുനാൾ മുതൽ തനിക്ക് ആത്മീയതയെക്കുറിച്ചുള്ള ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു. ആത്മീയതയുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ തനിക്ക് താല്പര്യമുണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു പക്ഷെ തന്റെ ജീവിതം ആത്മീയതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമോ എന്ന് അറിയില്ല. തന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ആത്മീയമായി ചിന്തിക്കുന്നവരാണ്. എല്ലാ രീതിയിലും ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നും മോഹൻലാൽ പറയുന്നു. വളരെയധികം സ്പിരിച്വൽ രീതിയിൽ ചിന്തിക്കുന്നവരുമുണ്ട്. അവരോടൊപ്പം താൻ യാത്രകൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ മുതൽ ഉണ്ടായതല്ല. കുഞ്ഞുനാൾ മുതൽ സ്പിരിച്വൽ രീതിയിൽ ചിന്തിക്കുന്ന നിരവധി സൗഹൃദങ്ങൾ തനിക്കുണ്ട്. ഒരു പക്ഷേ അതൊക്കെയായിരിക്കാം തന്നിലേക്ക് ആത്മീയതയിലുള്ള വാസനകൾ കൊണ്ടുവന്നത് എന്നും മോഹൻലാൽ പറയുന്നു. എല്ലാവരും ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും താനും ആ രീതിയിലുള്ള അന്വേഷണത്തിലാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി. കുറച്ചും കൂടി കഴിഞ്ഞ് പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോകുമോ എന്ന സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല. അതിനുവേണ്ടി പക്ഷെ താൻ ശ്രമിക്കുന്നൊന്നുമില്ല. നമുക്കൊരിക്കലും അതറിയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അതറിഞ്ഞാൽ പിന്നെ അതിന്റെ രസവും പോകുമെന്നാണ് മോഹൻലാൽ പറയുന്നത്. അതിലേക്ക് മനഃപൂർവ്വം പോകില്ല. ആത്മീയത എന്ന വിഷയത്തിൽ വളരെയധികം താല്പര്യമുണ്ട്. തൽക്കാലം കുറച്ചു നാളത്തേക്ക് പൂർണ്ണമായും ആത്മീയതയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നും ചിലപ്പോൾ അത് സംഭവിക്കാമെന്നും മോഹൻലാൽ പറയുന്നു. അതേസമയം ജിതു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിലെ ഏറ്റവും പുതിയ ചിത്രം നേരിന്റെ റിലീസ് ഡിസംബർ 21-നാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയ് മോഹനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം അണിഞ്ഞ് എത്തുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രവുമാണ് നേര്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എലോണിന് ശേഷം ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് നേര്. ദൃശ്യം 2-ൽ അഭിഭാഷകയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശാന്തി മായാദേവിയാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.